നമ്മുടെ യാത്രക്കിടയിൽ കാട്ടാക്കട, അതായത് മണ്ഡപത്തിന് കടവന്ന് കാട്ടാക്കടയ്ക്കുള്ള വഴി ചൂണ്ടുപലക എന്ന് പറയുന്ന സ്ഥലത്ത്, ചൂണ്ടുപലയെന്ന് ഇവിടെ നിന്ന് ലെഫ്റ്റോട്ട് പോയ നേരിടാം, നേരെ മണ്ഡപത്തിന് കടവ്, ഇതൊരു കാട്ടാക്കട, മൂന്നും കൂടി ഒരു കവലയാണ്. ചൂണ്ടുപലക എന്ന പേര് വന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇവിടെ ഏതെങ്കിലും ചൂണ്ടുപലക ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് അന്വേഷിച്ചത്. പിന്നെ എന്നെ ഹഠാതാകർഷിച്ച സംഭവമുണ്ട്. ഈ ഒരു ഫിഷ് സ്റ്റാൾ, കൺമണി ഫിഷ് സ്റ്റാൾ, അവിടെ ഇങ്ങനെ വൈകുന്നേരം നോക്കി നല്ല തിരക്ക്, ഇപ്പം തിരക്ക് കുറഞ്ഞായിട്ട് പോകാൻ നല്ല തിരക്കാണ് വൈകുന്നേരം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നോക്കിയപ്പോൾ ഈ മീനിനോട് പ്രത്യേകം താല്പര്യമുള്ളൊരു മനുഷ്യനാണല്ലോ ഞാൻ. നല്ല പച്ചമീനാണ്. അതിൻ്റെ രഹസ്യം ബുദ്ധൻസ് എന്താണ്? നല്ല ചിക്കൻ്റെ മീൻ, അതൊന്ന് അന്വേഷിച്ചറിയാം. നമസ്കാരം. ഞാൻ ചൂണ്ടുവല വഴി വന്നപ്പോഴേ ഈ കൺമണി ഇഷ്ടാളിൽ വൈകുന്നേരം നല്ല തിരക്ക് കണ്ടു. എന്താണ് സംഭവം അറിയാനാണ്. എനിക്ക് പ്രത്യേകിച്ച് മീനെ കുറിച്ച് വലിയ താല്പര്യം, മീൻ ഇഷ്ടമുള്ള ഏരിയയുമാണ്. എന്താണ് ഇവിടുത്തെ ഒരു മീനിന്റെ പ്രത്യേകത? നമ്മൾ ഫ്രഷ് മീനുകളാണ് കൊടുക്കുന്നത്. അന്നത്തെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം മാത്രമേ. അപ്പോൾ ഈ ഇവിടെ നമ്മുടെ ഈ കടലിനുള്ള ഞാൻ പോകാറുള്ള നമ്മളെ പോയി എടുക്കാനോ? നേരിട്ട് എടുത്ത് പോയി രാവിലെ പോയി എടുത്തുകൊണ്ട് വൈകിട്ട് കൊണ്ടുവരും. ഇന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇന്ന് കൊഞ്ചുണ്ട്, നവര, കണവയുണ്ട്, ചെറിയ ദൂരക്കുട്ടി, കൊഴിയാള. നമ്മളുള്ളത് മാത്രമേ, എല്ലാ ഐറ്റവും ഒന്നുമില്ല. എല്ലാ ഐറ്റവും ഉള്ളത് മാത്രമേ, കിട്ടുന്ന മാത്രമേ. ഫ്രഷായിട്ട് വേണ്ടവർ മാത്രമേ ഉള്ളൂ. അതെ അതെ. കാരണം വിലയൊക്കെ കുറച്ച് അടിച്ച് കൂടുതലായിരിക്കും. ആൾക്കാർക്ക് അറിയാം, വാങ്ങിക്കുന്നവർക്ക്. നമ്മള് അവിടുത്തെ ക്രിസ്ത്യൻ കോളേജിന്റെ സൈഡിലായിരുന്നു. അപ്പൊ കടയെടുത്ത് തുടങ്ങിയിട്ട് ഒരു 4-5 മാസമായത്. ഉണ്ട്. മീനുകൾ വളരെ കുറവാണ് ഇപ്പൊ കിട്ടാൻ. കടൽ കാറ്റ് വളരെ കുറവാണ്. അതെ അതെ. ഒരു ബ്രാഞ്ച് ഇപ്പോൾ നമുക്ക് ദൈവസാഹചര്യം നടക്കും. എവിടെയാണ് ദേവാന നാട്? ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെ. ഈ ചൂണ്ടുവലയിൽ പേര് പറയാം, ഇവിടെ നേരത്തെ ചൂണ്ടുവല പോലെ ഉണ്ടായിരുന്നു. അറിയത്തില്ല. ഈ ഇത് കടലിനാണോ അതോ കടൽ കൊഞ്ച് മഴയാണെങ്കിലും ബോട്ടിട്ടോണ്ട് വന്ന് വാങ്ങിക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്താ വേണം? 50 രൂപ കേട്ടോ പറഞ്ഞാൽ. ഇത് കച്ചവടത്തിൻ്റെ ഒരു വകുപ്പുകളൊക്കെ നോക്കട്ടെ. നമുക്കൊരു കിലോ 300 ആണ്, 1/2 കിലോ 150. അത് കിലോ 300 തന്നെ, 1 കിലോ. ടൈഗർ ഫുഡ്, ടൈഗർ. മഴ ബിസിനസിനെ ബാധിക്കാറുണ്ടല്ലോ. ഉണ്ട്. ഈ സമയത്ത് മഴ പെയ്യുമ്പോൾ മീൻ കിട്ടത്തോ ഇല്ല. മീൻ കിട്ടാൻ രണ്ടാമത് മീൻ വാങ്ങിക്കാനും അത് കൊള്ളാൻ മീനെ വാങ്ങിക്കാനും ആൾ വരാറില്ല. ഈ സമയത്തൊക്കെ മഴ പെയ്ത ആളുകൾ പിന്നെ നടക്കൂല, നേരെ സ്ട്രൈറ്റ് അങ്ങ് പോകും. നമ്മൾ കണ്ടെത്തിരിച്ചുകൊണ്ടാണ് ഈ മഴ പെയ്യുന്നത്. ഡെയിലി വിറ്റ് തേക്കുന്ന മീനുകളാണ്. കുറച്ച് അതിനകത്തുള്ള മീനുകളായിട്ട് നമ്മൾ 10-11 മണിയൊക്കെ നമുക്ക് കാണും. മീനുണ്ടെങ്കിൽ നേരത്തെ തീരും. മീൻ അതോ ഇരിക്കുന്നുണ്ടെങ്കിൽ 10-11 മണി നമ്മൾ ഇരിക്കും. കടയ്ക്കും 12 മണിയാവും. വീട് അടുത്തായതുകൊണ്ട് പ്രശ്നമില്ല. ഒന്ന് 2 പേരുണ്ട്. ബാക്കി നമ്മളെ മാമന്മാര്. അത് നമ്മളെ വൈഫിന്റെ കടയാണ്, വൈഫിന്റെ അമ്മയുടെ കട. അതെല്ലാം നമ്മൾ പരിചയം കൊണ്ടുവല്ലാം തന്നായിരിക്കും. അപ്പൊ ഈ ചൂണ്ടുവല പൊതുവെ ഈ പ്രദേശത്തുള്ള ആളുകൾ എങ്ങനെയുണ്ട്? നല്ല ആളുകളൊക്കെ? നല്ല നമ്മളെ സഹകരണം എല്ലാവരും തിരിച്ച് നല്ല സഹകരണം തന്നെയാണ്. നമുക്ക് ഈ മീൻ വിഴിഞ്ഞം പൂവാർ ഏരിയയിൽ നമ്മൾ സ്ഥിരം മീൻ അല്ല, നമ്മൾ പോയി നേരിട്ട് ലേലം വിളിച്ചെടുക്കുന്നത്. ആരെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാല് നമുക്ക് മീൻ കിട്ടുമ്പോൾ അറിയുകയും പോയി അല്ല വിളിച്ച് പറയാറുണ്ട് അവിടെ ആളുകളൊക്കെ. മീനുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ലേലം വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഒരുമിച്ച് നിന്ന് വിളിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നവർക്ക് മീൻ കൊടുക്കും. നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിന് പോയി മാറ്റി.
ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇഷ്ടമുള്ളത് ഈ തിരുവനന്തപുരത്ത് വഴിയാളുടെ ജോലി ഇല്ലാത്ത മെയിനായിട്ട് എല്ലാവരും ചൂരയ്ക്കാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. ഇപ്പൊ കുഞ്ഞു ചൂരേ ഉള്ളൂ, ചെറുതേ ഉള്ളൂ, ഇപ്പം അതേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നല്ല മീനായിരിക്കും. മഴയൊക്കെ മാറുമ്പോഴത്തേക്ക് മീനുകളുടെ ഓരോ സീസണിലും കിട്ടുന്ന മീനുകളെ കുറിച്ച് ഇപ്പൊ നല്ല ധാരണയാണ്. ഇനിയിപ്പോ ഈ മഴ മാറി കഴിഞ്ഞാൽ അടുത്ത് വാളയുടെ സീസൺ. വാള, ചെറിയ കൊഴിയാള കൊലി എപ്പോഴും സാധാരണ ഉണ്ട്. പിന്നെ അടുത്ത സീസണിൽ ചെറിയ വള്ളിക്കൊഴിയാള, അതൊന്നും ഇല്ലാത്ത തന്നെയാണ് പറഞ്ഞത്. നല്ല 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 കണവയാണ് ഈ ഫ്രഷ് കണവയുടെ ഒരു സുഖം അത് കാണും പിടിക്കുമ്പോൾ തന്നെ അറിയാം. അത് ചതഞ്ഞ് കിടക്കല്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ഞവര മീനുണ്ട്, അത് വേറൊന്നും കിളിമീൻ, കിളിമീൻ, നവരമീൻ, ചെങ്കൽവ എന്ന പല പേരിലൊക്കെ. പിന്നെ ചെറിയ ചൂരയാണ്, നല്ല പച്ച ചൂര. അത് അതിൻ്റെ ഉപയോഗമായി കാണുന്നില്ല. അത് നല്ല ഒറ്റ ചൂര, ചെറിയ ചൂരാണെന്നേ ഉള്ളൂ, വലുതായിട്ടില്ല. അത് കൊഴിയാള. നിങ്ങൾക്ക് തിരുവനന്തപുരത്തിന്റെ ഒരു സാധാരണക്കാരന്റെ ദേശീയ മീനാണ് കൊഴിയാള. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ കൊഴിയാള എനിക്ക് തോന്നിയത്. ഏത് ഹോട്ടൽ, ചെറിയ ഹോട്ടലിൽ എവിടെ കയറിയാലും കൊഴിയാള ഫ്രൈ ആണ്. അപ്പോൾ ഇത്തരം മീനുകളെ കണ്ട് മീനുമായിട്ടൊന്ന് കണ്ട് നമുക്ക് വാങ്ങിച്ച് കറി വയ്ക്കാനുള്ള സംവിധാനം നിലവില്ലാത്തതുകൊണ്ട് നമ്മൾ മീനുമായിട്ട് പോകാൻ നമ്മൾ പുറത്തിന് വന്ന് താമസിക്കുന്നതല്ലേ. അപ്പോൾ താമസിക്കുന്നത് അപ്പോൾ കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നത് ഒരുപാട് ബാധിച്ചാവട്ടെ. നമ്മൾ ഇതുപോലെ ഞങ്ങളിങ്ങനെ സമയം കണ്ടുപോകാൻ മീനിങ്ങനെ ഇരിക്കുന്ന മഴ പെയ്യുന്നതിന് മുമ്പ് വരെയുള്ള തിരക്ക് കണ്ടപ്പോഴാണ് കയറിയത്. അപ്പോൾ സന്തോഷം, നന്നായിരിക്കട്ടെ. പറഞ്ഞതല്ല, ഈ പറഞ്ഞ മീനെടുത്ത് കഴിയാണ്. ഞാൻ മീൻ തൊടാതെ സ്റ്റേക്കാൻ എന്തായാലും ജയമാണെന്ന് ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഗംഭീരമായിട്ട് പോട്ടെ. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് മുറുകിൻ്റെ അടുത്ത് പോകണോ ഇല്ലയോ എന്ന് നമുക്കൊരു ചെറിയ സംശയമുണ്ട്. അവരൊന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണെങ്കിൽ നമ്മളങ്ങോട്ട് പോകും. ഓക്കെ.